എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോഡി സ്ക്രബ്ബറാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ ബോഡി നല്ല രീതിയിൽ വൈറ്റനിങ് ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ട് സ്കിന്നിലുള്ള ഡെഡ്സ് ഒക്കെ മാറി നല്ല രീതിയിൽ ക്ലീൻ ആകാനും വേണ്ടി സഹായിക്കുന്ന ഒരു ബോഡി സ്ക്രബ്ബറാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയൊരു സ്ക്രബ്ബറാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സനിത. അപ്പം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിലാണ് ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഒരു ജോബിന് ഞാൻ പോകുന്നുണ്ട്. അപ്പം എനിക്കെല്ലാം രണ്ടും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ വന്നു കഴിയുമ്പോൾ മോള് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഒന്നരാടമെങ്കിലും വീഡിയോ ഇടാൻ ഉറപ്പായിട്ട് ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോസ് എല്ലാം കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ ബോഡി സ്ക്രബ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ബോഡി സ്ക്രബിനായിട്ട് വേണ്ട എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് കടലമാവ്, 1 സ്പൂൺ കടലമാവ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ 1 സ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി. അത് ഒത്തിരി വേണ്ട, അതായത് 1/2 സ്പൂൺ മതിയാകും, 1 സ്പൂൺ വേണ്ട. കാരണം ചിലപ്പോൾ മഞ്ഞ കളറ് നമ്മുടെ ശരീരത്ത് മഞ്ഞ കളർ പിടിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ഒത്തിരി വേണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർക്ക് കസ്തൂരി മഞ്ഞൾ 1 സ്പൂണും ഇടാം കേട്ടോ. അപ്പം നിങ്ങളുടെ ചോയ്സാണത്. പിന്നെ ഞാനിതിലേക്ക് 1 സ്പൂൺ നമ്മുടെ സാൻഡൽവുഡ് പൗഡർ ഇടുന്നുണ്ട്. അപ്പം സാൻഡൽവുഡ് പൗഡർ ഇട്ടു. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് യോഗേർട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ യോഗേർട്ടായിരിക്കണം കേട്ടോ. അല്ലാതെ നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്ന അത്ര കൊള്ളില്ല. അപ്പോൾ അതും കൂടി ഞാൻ 1 സ്പൂൺ അതും കൂടി ആഡ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടറാണ്. പാലുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യുക കേട്ടോ, നല്ലതായിരിക്കും പാല്. അപ്പോൾ 1 സ്പൂണോളം റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. ഇതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പാക്കിൻ്റെ രൂപേണ ആകാൻ ആയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് നമുക്കത് നമ്മുടെ പാക്കിൻ്റെ രൂപേണ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തു. ഇങ്ങനെ വെച്ചൊരു നന്നായിട്ട് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്യാം. അപ്പം നിങ്ങൾ ഫുൾ ബോഡി സ്ക്രബ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ തേക്കുക. ഒരു 15 മിനിറ്റ് വെച്ചേക്കുക. 15 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം. നല്ല സൂപ്പർ ആയിട്ടുള്ള റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുക കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങനെ വെച്ചു. ഇതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളയുമ്പോൾ കാണിക്കാം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഇതുണ്ടോ, ഇത് കണ്ടോ വ്യത്യാസം? നല്ലതായിട്ട് വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ കൈയും ഈ ഒരു കൈയും കൂടെ നോക്കിയാൽ മതി. ഇതുണ്ടോ, നല്ല ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരെ